നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു ടൈം ട്രാവൽ നടത്തിയാലോ? നേരെ 1952ലേക്ക്. ആ വർഷത്തെ അഖണ്ഡജ്യോതി മാസികയുടെ താളുകൾ മറിച്ചു നോക്കുമ്പോൾ പതിറ്റാണ്ടുകൾക്കിപ്പുറവും നമ്മുടെ ജീവിതത്തിന് വെളിച്ചം തരുന്ന എന്താശയങ്ങളാണ് അതിൽ ഒളിഞ്ഞിരിക്കുന്നതെന്ന് നമുക്കൊരുമിച്ച് കണ്ടെത്താം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെയൊരു തോന്നൽ വരാറില്ലേ? നമ്മളെങ്ങോട്ടേ പോണേ? ശരിയായ വഴി ഏതാണ്? ഒരു വ്യക്തി എന്ന നിലയിലും എന്തിന് ഒരു സമൂഹം എന്ന നിലയിൽ പോലും നമുക്ക് ഈ ആശയക്കുഴപ്പം ഉണ്ടാവാറുണ്ട്. അപ്പൊ ശരിക്കും എവിടെ നിന്നാണ് നമുക്ക് കൃത്യമായൊരു വഴികാട്ടിയെ കിട്ടുക? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ശരിക്കും പറഞ്ഞാൽ 1952ലെ ഈ മാസികയുടെ കാതൽ. അപ്പോ എന്താണ് ഈ മാസികയുടെ പിന്നിലെ ആ ഒരു ശക്തി? അത് ശാന്തികുഞ്ച് എന്ന പ്രസ്ഥാനമാണ്. അവരുടെ ലക്ഷ്യം വളരെ വലുതാണ്. പുരാതന ഭാരതീയ ജ്ഞാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ലോകമെമ്പാടും ഒരു ധാർമ്മികവും ആത്മീയവുമായൊരു ഉണർവ്, ഒരു നവോത്ഥാനം തന്നെ സൃഷ്ടിക്കുക. ഈ വലിയ മുന്നേറ്റത്തിനൊരു പേരുണ്ട്, യുഗ് നിർമ്മാൺ യോജന. ഇതൊരു വെറും സ്വപ്നമൊന്നുമല്ല കേട്ടോ, ഇതൊരു ആക്ഷൻ പ്ലാനാണ്. ഓരോ മനുഷ്യന്റെയും ചിന്തയെയും സ്വഭാവത്തെയും ശുദ്ധീകരിച്ച് ആത്മീയതയുടെ അടിത്തറയിൽ ഒരു പുതിയ യുഗം തന്നെ പടുത്തുയർത്താനുള്ള ഒരു വലിയ ദൗത്യമാണിത്. അപ്പോൾ നമ്മൾ ആദ്യം ചോദിച്ച ആ ചോദ്യമല്ലേ, എവിടെയാണ് വഴികാട്ടിയെന്ന്? ഇതാണ് ഉത്തരം. ഈ മാസികയുടെ താളുകളിൽ ആ വഴികാട്ടി ഒളിഞ്ഞിരിപ്പുണ്ട്. ലോകത്തെ മാറ്റിമറിക്കാനുള്ള ഒരു സമ്പൂർണ്ണ രൂപരേഖ, ഒരു ബ്ലൂ പ്രിന്റ് തന്നെയാണ് ഇതിന്റെ ഓരോ താളിലും. ആ ബ്ലൂ പ്രിന്റിലെ ആദ്യത്തെ അധ്യായം തന്നെ തുടങ്ങുന്നത് ഏറ്റവും വലിയൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ്: വിശ്വശാന്തിയുടെ മാർഗം. ഇത് ഒരു നാടിന്റെയോ ഒരു ജനതയുടെയോ മാത്രം കാര്യമല്ല, മറിച്ച് ഈ ലോകം മുഴുവൻ എങ്ങനെ സമാധാനത്തിന്റെ പാതയിലേക്ക് വരുമെന്നതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഒരു ചിന്തയാണ്. ലോകസമാധാനം അതെവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? യുദ്ധക്കളങ്ങളിൽ നിന്നാണോ? അതോ വലിയ വലിയ ഭരണാധികാരികളുടെ ചർച്ചകളിൽ നിന്നോ? ഈ മാസിക പറയുന്നു, അല്ല, അത് തുടങ്ങേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിന്നാണ്. ഈശ്വരനിൽ പൂർണ്ണമായി നമ്മൾ അഭയം തേടുമ്പോൾ നമ്മുടെ ഉള്ളിലെ സംഘർഷങ്ങൾ പതിയെ അവസാനിക്കും. അവിടെ നിന്നാണ് പുറമേയുള്ള സമാധാനം ആരംഭിക്കുന്നത്. ഈശ്വരനിൽ അഭയം തേടുന്നതിനൊപ്പം തന്നെ നമുക്ക് വേറൊരു വഴികാട്ടി കൂടിയുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ ഉള്ളിലെ ആ ചെറിയ ശബ്ദമാണ്. ഈ വലിയ യാത്രയിൽ ശരിയേതാണ് തെറ്റേതാണ് എന്ന് തിരിച്ചറിയാൻ നമ്മുടെ ഉള്ളുണർവിനെ, നമ്മുടെ ഇൻറ്റ്യൂഷനെ ജാഗ്രതയോടെ കേൾക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ മാസിക അടിവരയിട്ട് പറയുന്നു. അപ്പോൾ ആ ഒരു കണക്ഷൻ കണ്ടില്ലേ? ലോകം മുഴുവൻ സമാധാനം വരാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അതിന്റെ താക്കോല് ഓരോ വ്യക്തിയുടെയും ഉള്ളിലാണിരിക്കുന്നത്. പുറമെയുള്ള ലോകം നന്നാവണമെങ്കിൽ ആദ്യം നമ്മുടെ ഉള്ളിലെ ലോകം ശാന്തമാകണം. അപ്പൊ നമ്മുടെ ഉള്ളിലെ ഈ ലോകത്തെ നമ്മൾ എങ്ങനെയാണ് പടുത്തുയർത്തുക? അതിന് നല്ല ഉറപ്പുള്ള ചില തൂണുകൾ വേണ്ടേ? മാസിക അതിനെക്കുറിച്ചാണ് അടുത്തതായി സംസാരിക്കുന്നത്. ബ്രാഹ്മണത്വത്തിന്റെ വികാസം എന്ന വളരെ ശക്തമായൊരു ആശയത്തിലൂടെ. ഇവിടെ ബ്രാഹ്മണത്വം എന്ന വാക്കുകേട്ട് ആരും തെറ്റിദ്ധരിക്കരുത്. ഇത് ജാതിയെക്കുറിച്ചേ അല്ല. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. മാസികയുടെ കാഴ്ചപ്പാടിൽ ഇത് ജ്ഞാനത്തിന്റെയും ആത്മീയമായ ഉണർവിന്റെയും ഉയർന്ന ആദർശങ്ങൾക്കായി ജീവിക്കുന്നതിന്റെയും ഒരു പ്രതീകമാണ്. ഇത് ജന്മം കൊണ്ടല്ല, മറിച്ച് കർമ്മം കൊണ്ട് ആർക്കും നേടിയെടുക്കാവുന്ന ഒരു മനോഭാവമാണ്. ആ ഒരു ഉള്ളിലെ വളർച്ചയ്ക്ക് എന്തൊക്കെയാ വേണ്ടത്? മാസിക അത് വളരെ ലളിതമായി പറഞ്ഞു തരുന്നുണ്ട്. ഒരമ്മയ്ക്ക് തന്റെ കുഞ്ഞിനോടുള്ള നിരുപാധികമായ സ്നേഹം പോലെ, നമ്മുടെ കയ്യിലുള്ള ചെറിയ കാര്യങ്ങളെപ്പോലും വിലമതിക്കാനുള്ള കഴിവ്, പിന്നെ യഥാർത്ഥ ജ്ഞാനത്തെയും നന്മയെയും തിരിച്ചറിഞ്ഞ് ആദരിക്കാനുള്ള മനസ്സ്, ഇതൊക്കെയാണ് നമ്മളെ ഉയർത്തുന്ന യഥാർത്ഥ തൂണുകൾ. ഇതിന്റെ ഏറ്റവും വലിയ ഭംഗി എന്താണെന്ന് വെച്ചാൽ, ഇത് വെറും ഫിലോസഫി പറച്ചിലല്ല, നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. എനിക്കൊന്നുമില്ല എന്ന് വിഷമിക്കുന്നതിനു പകരം എന്റെ ഉള്ളിൽ എല്ലാമുണ്ട് എന്ന തിരിച്ചറിവിലേക്ക് നമ്മളെ എത്തിക്കുകയാണ്. ഉള്ളിലെ നന്മയെ വളർത്തുമ്പോൾ പുറമേയുള്ള കുറവുകൾ താനേ ഇല്ലാതാകുന്നു. ഓക്കെ, നമ്മൾ നമ്മുടെ ഉള്ളിലെ ലോകമൊക്കെ പടുത്തുയർത്തി. ഇനിയെന്താ? ഇവിടെയാണ് ഈ മാസികയിലെ ഏറ്റവും ഇൻസ്പയറിംഗ് ആയൊരാശയം വരുന്നത്. ഈ ആത്മീയ പാതയെന്നത് ഒരിടത്ത് എത്തിച്ചേരാനുള്ള ഒരു ഡെസ്റ്റിനേഷനല്ല, മറിച്ച് ഇതൊരു യാത്രയാണ്, ഒരിക്കലും അവസാനിക്കാത്തൊരു മുന്നേറ്റം. ആ യാത്രയുടെ ഒരു ഡൈനാമിസം നോക്കിക്കേ. ഇതങ്ങനെ ഒരിടത്ത് നിൽക്കുന്ന പരിപാടിയല്ല. ആദ്യം ഉള്ളിലേക്ക് നോക്കി സ്വയം ഉണരുക. രണ്ടാമത്, നിങ്ങൾക്ക് ലഭിച്ചതിനെ ആദരവോടെ വിലമതിക്കുക. മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും, ഒരിക്കലും ഒരിടത്തും നിൽക്കരുത്. മുന്നോട്ട് മാത്രം പോവുക. ഈ ഒരൊറ്റ വാചകത്തിൽ ആ മാസികയുടെ മുഴുവൻ സന്ദേശവും അടങ്ങിയിട്ടുണ്ട്. രുക്കേ കഭി നഹീം ചരൺ. പാദങ്ങൾ ഒരിക്കലും നിന്നില്ല. നമ്മുടെ ആത്മീയ യാത്രയിൽ തളർച്ച വരാം,
വഴിയിൽ തടസ്സങ്ങളുണ്ടാകാം. പക്ഷേ ലക്ഷ്യം എത്ര ദൂരെയാണെങ്കിലും യാത്ര ഒരിക്കലും നിർത്തരുത്. മുന്നോട്ടുള്ള ചലനം അതുമാത്രമാണ് പ്രധാനം. അപ്പോ നമ്മള് തുടക്കത്തിൽ കണ്ട ആ പ്രശ്നത്തിന്, ആ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയ്ക്ക് ഒരു കംപ്ലീറ്റ് സൊല്യൂഷനാണ് ഇവിടെ കിട്ടുന്നത്. ഒരു വ്യക്തിയിൽ തുടങ്ങി സമൂഹത്തിലൂടെ ലോകം മുഴുവൻ വ്യാപിക്കുന്നൊരു പരിഹാരം, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പ്രകാശിക്കുന്ന ഒരു വലിയ മാറ്റം. ഈ അറിവെല്ലാം വെച്ച് നമുക്ക് നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. നിരന്തരമായ ഈ മുന്നേറ്റത്തിന്റെ പാതയിൽ ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? എന്റെ അടുത്ത കാൽവെപ്പ് അതെന്തായിരിക്കും?